മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് പുഷ്പനെ സന്ദർശിക്കുന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് പുഷ്പൻ ചികിത്സയിലുള്ളത്. മിഥില ബാലൻ കോഴിക്കോട് വിവരങ്ങളുമായി ചേരുന്നു. മിഥില, ഈ സന്ദർഭത്തിൽ പിണറായി പുഷ്പനെ കാണാൻ എത്തിയത് എന്തുകൊണ്ടാണ്? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ, അതായത് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ സഖാവ് പുഷ്പനെ കാണാൻ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം സന്ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. 5 മിനിറ്റ് മുമ്പാണ് ആശുപത്രിയിൽ എത്തിയത്. 2 ദിവസം മുൻപാണ് പുഷ്പനെ കോഴിക്കോട്ടെ ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചത്. നേരത്തെ വെന്റിലേറ്ററിലായിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹത്തെ ICU വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ കഴിയുന്നത് പുഷ്പനെ സന്ദർശിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പുറത്തേക്ക് വരികയാണ്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം, പുഷ്പന്റെ 1994 ഇത്തരത്തിൽ 1994 നവംബർ 25 സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിനിടെ പോലീസ് വെടിവെപ്പിൽ പുഷ്പന് പരിക്കേറ്റത്. അന്നു മുതൽ സുഷമനാടി തകർന്ന അന്നു മുതൽ പുഷ്പൻ ആശുപത്രി അല്ലെങ്കിൽ കിടക്കയിലായിരുന്നു. അന്നു മുതൽ CPM-ന്റെ ഭാഗത്തുനിന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്നും പുഷ്പനെ സഹായിച്ചുകൊണ്ടുള്ള ഒരു കരുതലായിരുന്നു. പുഷ്പൻ പുതിയ വീട്ട് താമസത്തിന് ഉൾപ്പെടെ മുഖ്യമന്ത്രി നേരിട്ടെത്തി വീട്ടുകൂടലെല്ലാം കഴിഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു പിന്തുണ അല്ലെങ്കിൽ ഈ ഒരു സഖാവിന് CPM-ന്റെയും പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അതുതന്നെയാണ് ഇന്നിപ്പോൾ CM-നെ, അതായത് മുഖ്യമന്ത്രി ഇവിടെ പുഷ്പനെ കാണാൻ ഈ ആശുപത്രിയിൽ എത്താനുള്ള ഒരു കാരണവും. ഇപ്പോൾ പുഷ്പനെ സന്ദർശിച്ചതിനു ശേഷം അദ്ദേഹം തിരികെ പോവുകയാണ്. വേണം, എന്താണ് പുഷ്പന്റെ ആരോഗ്യനിലയെ പറ്റി അറിയാൻ കഴിയുന്നത് മിഥില? 2 ദിവസം മുൻപാണ് ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പുഷ്പനെ മാറ്റിയത്. കഴിഞ്ഞ ദിവസം വരെ വെന്റിലേറ്ററിലായിരുന്നു പുഷ്പൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ വൈകുന്നേരം വെന്റിലേറ്ററിൽ നിന്നും പുഷ്പനെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മെഡിക്കൽ ICUവിലാണ് അദ്ദേഹം ഉള്ളത്. പ്രത്യേക സംഘം തന്നെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ പ്രത്യേക ഡോക്ടർമാരുടെ സംഘം തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ നോക്കുന്നുണ്ട്. നിലവിൽ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി ICUവിൽ തന്നെയാണുള്ളത്. 2 ദിവസത്തിനകം റൂമിലേക്ക് മാറ്റാൻ കഴിയും എന്നാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത്. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. സ്വാശ്രയ സമരത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷിയെന്ന് CPM വിശേഷിപ്പിക്കുന്ന പുഷ്പനെ കാണാനായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മുഖ്യമന്ത്രി എത്തി മടങ്ങി.